ഹമേ ക്യാ ചാഹിയേ ആസാദി 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 എന്നും പറഞ്ഞുകൊണ്ട് ഈ മണ്ടത്തരം മാത്രം വിളമ്പിക്കൊണ്ട് നടക്കുന്ന കുറേ എണ്ണമുണ്ട്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തൈബ. എന്നാലും ഈ പാകിസ്ഥാനിലെ ഊളന്മാരെന്തോടെ ഇങ്ങനെ ആയിപ്പോയത്? സീസ് ഫയർ എന്ന് പറയുന്നു, സീസ് ഫയർ ഓക്കെ എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞപ്പോൾ അതാ പിന്നെയും കട എന്തിനാ കഴപ്പ് എന്നൊക്കെ പറയാം. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ വിചാരിക്കും എന്താ ഈ തെറിയൊക്കെ പറയുന്നത്. തെറി പറയല്ല, അവന്മാർക്ക് ഒരു പ്രശ്നമുള്ളതാണ്. JD വാൻസ് എന്ന് പറയുന്ന US വൈസ് പ്രസിഡൻറ്റ്, പുള്ളി ഇന്ത്യക്ക് ഒരു ഒഫീഷ്യൽ വിസിറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നേരം നമ്മുടെ നരേന്ദ്രമോദി സാർ ഇന്ത്യയിലില്ലായിരുന്നു, പുള്ളി സൗദി അറേബ്യയിലേക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഊളന്മാർ ഈ മറ്റേ പഹൽഗാം അറ്റാക്ക് ചെയ്തത്. ഈ ആർമിക്ക് ഇൻ്റലിജൻസ് ഉള്ള പോലെ തന്നെ ഈ ടെറർ ഗ്രൂപ്പിനും ഭയങ്കര ഇൻ്റലിജൻസാണ്, അത് നമുക്കറിയാമല്ലോ. അങ്ങനെയാണ് ഇവന്മാർ ഈ JD വാൻസ് ഇന്ത്യയിൽ ഉള്ളപ്പോൾ തന്നെ ഈ പഹൽഗാം അറ്റാക്ക് ചെയ്യണമെന്നുള്ളത് ഇവരുടെ ഒരു വാശി എന്നൊക്കെ പറയാം ചെയ്തിട്ട്, എന്നാലേ ഇൻ്റർനാഷണൽ മീഡിയയിൽ അത് ഭയങ്കരമായിട്ട് ഇതാവുള്ളൂ എന്നാണ് അവന്മാരുടെ തോന്നലല്ല. ഇന്ത്യയിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ മീഡിയയിൽ വരും. കാരണം ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യം ചെറിയ ഒരു സുഡാനോ ഇതോ ഒന്നല്ലല്ലോ, പിന്നെ എന്നും മറ്റേ ബോംബ് പൊട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമൊന്നല്ലല്ലോ, സിരിയ പോലെ ഒന്നല്ലല്ലോ. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ക്ലീൻ ആൻഡ് ക്ലിയർ കൺട്രിയാണ്. അപ്പോൾ ഈ JD വാൻസ് ഇവിടെ വന്നപ്പോൾ ആ സമയത്ത് തന്നെ ഇവന്മാർ ഈ ഒരു പരിപാടി ചെയ്തു. പിന്നെ ട്രംപ് ഇന്നലെ പറയുന്നു സീസ് ഫയറിന് രണ്ട് പാർട്ടിയും തയ്യാറായി, കോമൺ സെൻസ് യൂസ് ചെയ്തു. ഇയാൾക്ക് ഭയങ്കര കോമൺ സെൻസാണ്, ഭയങ്കര ബിസിനസ്, ഭയങ്കര വൃത്തികെട്ടവന്മാരാ ഈ ട്രംപും ഈ JD വാൻസും, പിന്നെ ടെസ്ലയുടെ ഓണറും, പിന്നെ അപ്പുറത്തൊരുത്തുണ്ട് പുടിൻ, പിന്നെ ഒരു സെലൻസ്കിക്ക് ആദ്യമേ അറിയാം പുടിനെ ഒരിക്കലും ജയിക്കാൻ പറ്റില്ലെന്ന്. പക്ഷേ എന്നാൽ IMF ഇവിടുന്ന് യൂറോപ്യൻ യൂണിയൻ എന്നൊക്കെ വരുന്ന കാശ് ഇങ്ങനെ പിരിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. അതാണ് ട്രംപ് വന്നപ്പോൾ പറഞ്ഞത്, നീ ആ മറ്റേ വാങ്ങിച്ച കടമൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. ഈ പാകിസ്ഥാനിൽ ഇപ്പോൾ എങ്ങാണ്ട് $1.5 ബില്യൺ എങ്ങാണ്ട് IMF കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്നലെയോ മിനിങ്ങാന്നോ എങ്ങാണ്ടാണ് അത് സാങ്ഷനായെന്ന് തോന്നുന്നു. എന്തിനാണ്, എന്ത് കാര്യത്തിനാണ് ഇത്രയും ഭീകരവാദം സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തിന് എന്തിനാണ് ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഈ അമേരിക്ക? എന്നിട്ട് പറയും നിങ്ങൾ സീസ് ഫയർ ചെയ്യണം, നിങ്ങൾ തമ്മിലടിക്കരുത്, ഇത് നല്ലതല്ല എന്നൊക്കെ പറയും. കോമൺ സെൻസ് യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് മാത്രമുള്ള കോമൺ സെൻസ് നമുക്കില്ലല്ലോ. ആണെങ്കിലും ഭയങ്കര പ്രശ്നങ്ങളാണ്. നോർത്തേൺ സ്റ്റേറ്റ്സിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ സൈറൻസും രാത്രിയിലൊക്കെ കറണ്ട് ഇല്ലാതെ വരികയും, അങ്ങനെ സാധാരണക്കാർ ഭയങ്കര ബുദ്ധിമുട്ടില്ല. പക്ഷെ ആർമി തകർത്ത് ആടിക്കൊണ്ടിരിക്കുകയാണ്, അടിച്ച് കസറിക്കൊണ്ടിരിക്കുകയെന്നൊക്കെ പറയാം. പക്ഷേ ആർമി അടിച്ച് കസറുന്നത് അതൊരു വിഷമമുള്ള കാര്യമാണ്. കാരണം അപ്പുറത്ത് ഈ കൊളാട്രൽ ഡാമേജ് എന്ന് പറയുന്ന പോലെ ഒരു സംഭവം ഉണ്ടല്ലോ, 1-2 സാധാരണക്കാരെങ്കിലൊക്കെ മരിക്കും. പക്ഷെ അത് കൊളാട്രൽ ഡാമേജാണ്. ഇന്ത്യയിലും ഒരുപാട് ആൾക്കാർക്ക് ഇഞ്ചറിയൊക്കെ പറ്റിയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ, കുറച്ച് ആൾക്കാരെങ്ങാണ്ട് മരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു 20 പേരെങ്ങാണ്ട്. ഇതൊന്നും ആവശ്യമില്ലായിരുന്നു. അതായത് ഇന്നും ഹമേ ക്യാ ചാഹിയേ ആസാദി 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 എന്നും പറഞ്ഞുകൊണ്ട് ഈ മണ്ടത്തരം മാത്രം വിളമ്പിക്കൊണ്ട് നടക്കുന്ന കുറേ എണ്ണമുണ്ട്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തൈബ, പിന്നെ എന്തോ മറ്റേ ഇതുണ്ടല്ലോ, എന്തോ ഒരു ഫ്രണ്ട് മറ്റേത് ബാക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണമുണ്ട് ഇവന്മാർ. അതിനകത്ത് ഒരു ചോദ്യം ഒരുപാട് ആൾക്കാർ, അതായത് ഭയങ്കര ബുദ്ധിമാന്മാരാണെന്നാണ് അവരുടെ വിചാരം, പക്ഷേ മണ്ടൻ ചോദ്യമാണ് അവന്മാർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ത്യ ഇപ്പോൾ പഹൽഗാം സംഭവിച്ച് 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ ടാർഗറ്റ്സിനെയൊക്കെ നോക്കി അടിച്ചു. ഈ 15 ദിവസത്തിന് മുമ്പേ എന്താ അടിക്കാത്തത്? അതായത് പഹൽഗാം സംഭവിക്കുന്നതിന് മുമ്പേ എന്തുകൊണ്ട് ഈ ടാർഗറ്റ്സിനെ ഒന്നും അടിച്ചില്ല എന്ന് പറഞ്ഞൊരു മണ്ടൻ ചോദ്യം ചോദിക്കാറുണ്ട്. ചുമ്മാ പോയിട്ട് ഒരു രാജ്യത്തിൽ കയറിയിട്ട് അങ്ങ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന് 10-26 ആൾക്കാരെ കണ്ടാണ് അന്ന് പഹൽഗാമിൽ മരിച്ചത്, കൊല്ലപ്പെട്ടത്. ചുമ്മാ വന്നിട്ട് വെടിവെക്കാണ് ഊളന്മാർ. ഭയങ്കര സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് ഇന്ത്യ റിയാക്ട് ചെയ്തു, നമ്മൾ റിയാക്ട് ചെയ്തിട്ട് നമ്മൾ ആ ടാർഗറ്റ്സൊക്കെ ഇത് ചെയ്തിട്ട് അടിച്ചു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഇങ്ങനെ കസറാണ് കുറേ എണ്ണം. പാകിസ്ഥാനെ ഇല്ലാതാക്കണമെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അവന്മാർ അവിടുന്ന് കുറേ കമൻറ്റ്, ചായ എങ്ങനെ ഉണ്ടായിരുന്നു, അഭിനന്ദനോട് ചോദിച്ചാൽ മതി. അഭിനന്ദൻ പണ്ട് പുള്ളിയുടെ ഫ്ലൈറ്റ് എന്തോ കേടായിട്ടെങ്ങാണ്ട് വീണതാണ്. പക്ഷെ അവർ പറയുന്ന അവർ അടിച്ചിട്ടാണ്. അടിച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെ അയാൾ എജക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സമയം കിട്ടുമോ അയാൾക്ക്? ഇവന്മാർ ഒരു മിസൈൽ, ഒരു റോക്കറ്റ് വന്നിട്ട് ഒരു ഫ്ലൈറ്റിൽ തട്ടുക എന്ന് പറയുമ്പോൾ അത്രയും ഹൈ സ്പീഡിൽ, അത് അപ്പോൾ തന്നെ ഫൂ എന്ന് പറഞ്ഞ് കത്തിപ്പോവില്ലേ? അതെന്തോ ചെറിയ കേടുപാട് പറ്റിയിട്ട് പുള്ളി വീണതാണ്. വീണപ്പോൾ പുള്ളി എജക്റ്റ് ചെയ്തിട്ട് പുള്ളി പാരഷൂട്ടൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. അപ്പോഴേക്കും അവിടെ കുറേ എണ്ണം വന്നിട്ട് അടിച്ച് അയാളുടെ മുഖമൊക്കെ കീറി.
അഭിനന്ദൻ്റെ കാര്യം അറിയാമല്ലോ, 2019 സംഭവിച്ച ഒരു കാര്യമാണ്. അത് ഭയങ്കര സംഭവമായിരുന്നു. അതുപോലെ ഈ ആർമി എന്ന് പറയുന്ന ആർമി, നേവി, എയർഫോഴ്സ് ഇതിലൊക്കെ ഉള്ള സൈനികർ, അവർക്ക് മാത്രമേ ബ്ലഡ് വരത്തുള്ളൂ, അവർക്ക് മാത്രമേ വേദന ഉണ്ടാകത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ആ ലൈനിനോ അല്ലെങ്കിൽ ആ ബോർഡറിലുള്ള ആ മറ്റേ മുള്ളുവേലിക്കോ അല്ലെങ്കിൽ അവിടെയുള്ള ആ റോഡിനോ അവിടെയുള്ള ആ മറ്റേ സ്ഥലങ്ങളുണ്ടല്ലോ, അതിനൊന്നും വേദനിക്കില്ല, അതിനൊന്നും ബ്ലഡ് വരില്ല, അതിലൊന്നും ചോര പൊടിയില്ല. ഇത് മനസ്സിലാക്കിയാൽ ഇത് മനസ്സിലാക്കിയിട്ടാണ് മനസ്സിലാവാത്ത പോലെ ഊളത്തനം കാണിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേ റഷ്യ, യുക്രൈൻ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ. പിന്നെ സിറിയ, ഇറാഖ് അതൊന്നും പറയുകയേ വേണ്ട, അതൊക്കെ വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പലസ്തീൻ്റെ ഒരു യാസർ അറാഫത്ത് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് മറ്റേ വേടൻ ഭയങ്കര ഓലിവിൻ്റെ മറ്റേ ബ്രാഞ്ച് ഒരു ചെറിയൊരു ചില്ല കയ്യിൽ വെച്ചുകൊണ്ട് എന്തോ മുണ്ടയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ കേട്ടാണ് ഈ പിള്ളേർ ഈ കാശ്മീരിലും അവിടെ ഇവിടെയൊക്കെ, അതായത് ഇവരുടെ ശത്രു ആരാണെന്ന് ഇവർക്ക് അറിയില്ല, അതാണ് പ്രശ്നം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആർമിക്കും അറിയില്ല ആരാണ് ശത്രു. അവർ ആർമിയോട് ചോദിച്ചാൽ പറയും ഓപ്പോസിറ്റ് അപ്പുറത്ത് ലൈൻ ഓഫ് കൺട്രോളിൻ്റെ അപ്പുറത്തുള്ളവനല്ലേ ശത്രു എന്ന് പറയും. പക്ഷേ അത് ശത്രു ആയതെങ്ങനെയാണ്? ഡൽഹിയിലുള്ള ആൾ പറയുമ്പോഴല്ലേ അത് ശത്രുവാകുന്നത്, അല്ലെങ്കിൽ കറാച്ചിയിലുള്ള ഒരുത്തൻ പറയുമ്പോഴല്ലേ അവർക്ക് ഇവർ ശത്രുവാകുന്നത്. എനിക്കറിയാവുന്ന ഒരുപാട് പാകിസ്ഥാനികളുടെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പാകിസ്ഥാനികൾ ഒരുപാട് ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കൂടെ കാണാൻ ഇരുന്നാൽ മതിയായിരുന്നു, എന്ത് അടിപൊളിയായിട്ടാണ് നിങ്ങളുടെ രാജ്യം, നിങ്ങളുടെ പ്രോഗ്രസ്സൊക്കെ കാണുമ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയില്ലേ. അപ്പോൾ ഇത് കിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അവരും കൂടെ സപ്പോർട്ട് ചെയ്യാൻ. അങ്ങനെയാണ് ഒരുപാട് പാകിസ്ഥാനികൾ നമ്മളെ എതിർക്കുന്ന പോലെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് 90% പാകിസ്ഥാനികളുടെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കൂടെ കാണാൻ ഇരുന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ തന്നെ ഈ വാറ് വലിയ രീതിയിൽ എസ്കലേറ്റായി ഇന്ത്യ പാകിസ്ഥാനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അവിടെ സന്തോഷിക്കാനുണ്ടാവും. കാരണം അവിടെ പട്ടിണിയും പരിവട്ടവും, അവിടെ ഒരു കാര്യമില്ലാതെ ചുമ്മാ വെടിവെപ്പും ചുമ്മാ മറ്റേ ഇതും. എന്നാൽ മീഡിയയിലൊക്കെ വന്നിട്ട് പറയും ഞങ്ങൾ ഭയങ്കരമാണ്, ഞങ്ങൾ ആനയാണ്. ഭയങ്കര കഷ്ടപ്പാടാണ് പാകിസ്ഥാനിൽ, ഭയങ്കര കഷ്ടപ്പാടാണ്. അതായത് ഇപ്പോൾ $1.5 ബില്യൺ മേടിച്ചെടുത്തിരിക്കുന്നത് അമേരിക്ക, ഈ IMFൻ്റെ കയ്യിൽ നിന്ന് ഈ പാകിസ്ഥാൻ ഗവൺമെൻറ്. അത് വെച്ച് എന്തുകൊണ്ടേ ഇവന്മാർ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ അകത്ത് നിന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അമ്മാര് പണിയൊക്കെയാണ് കാണിക്കുക ഈ ഇത്രയും കാശ് കയ്യിൽ കിട്ടി കഴിയുമ്പോൾ. ഇത് പിരിച്ചെടുക്കാൻ ഒരുപാട് ആൾക്കാർ അവിടെ ഇപ്പോഴേ റെഡി ആയിരിക്കും. ലഷ്കർ, മറ്റേത് ജെയ്ഷെ മുഹമ്മദ്, ഇവന്മാരൊക്കെ അവിടെ എല്ലാവരും എന്നും പറഞ്ഞുകൊണ്ട് എന്താ പറയാല്ലേ, ഓരോരോ സമയങ്ങളിൽ ഓരോന്ന് സംഭവിക്കുന്നത്, ചെറിയ കാര്യമായിട്ട് സംഭവിക്കുന്നത് അത് വലിയ വലിയ സംഭവങ്ങളിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഈ വാറ് എങ്ങനെയെങ്കിലുമൊക്കെ നിർത്തിയാൽ ഒരുപാട് നന്നായിരിക്കും. നമ്മൾ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്, അമ്മമാർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ശരി, അവന്മാരെന്ന് പറയുമ്പോൾ ഫുൾ പാകിസ്ഥാൻ അല്ലെന്ന് ഇതിനകത്ത് പ്രശ്നം. ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാരണം അറിയാതെ മറ്റേ ഹേയ് എന്നും പറഞ്ഞുകൊണ്ട് വരുന്നവന്മാരാ, മണ്ടന്മാരാ. കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ ഈ മറ്റേ ഐഡിയാസ്. കാരണം അവന്മാർക്ക് എന്നാലേ നിലനിൽപ്പുള്ളൂ. നമ്മളിത് കുറേ ഇതിലൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ, നമ്മൾ കുറേ സീരീസിലും ഇതിലൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സീരീസും ഇതൊക്കെ കണ്ടിട്ടാണ് ഇത് ഇങ്ങനത്തെ മണ്ടത്തരം പറയുന്നതെന്ന് ഇപ്പോൾ കുറേ ആൾക്കാർ വന്ന് പറയും. പക്ഷേ ലോകം എവിടെ പോയാലും ഈ ടെററിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ ഒരു നാടിനെ രക്ഷിക്കാനോ ഒരു ഫ്രീഡം ഉണ്ടാക്കാനോ ഒന്നല്ല, അവരുടെ നിലനിൽപ്പ് അതാണ് അവർ നോക്കുന്നത്. അവർക്ക് കാശുണ്ടാക്കണം, അവർക്ക് സ്വന്തമായിട്ട് ഐലൻഡ് വേണം, അവർക്ക് മറ്റേ ഡ്രഗ് ട്രേഡ് ഉണ്ടാവണം, അവർക്ക് മറ്റേ ആംസ് ഡീലിംഗ് ഉണ്ടാവണം. എന്നിട്ട് അവരിങ്ങനെ വല്ല UK സൗദിയിലോ അല്ലെങ്കിൽ US എവിടെയെങ്കിലുമൊക്കെ പോയി സെറ്റിലാവും. അസൈലം എന്ന് പറയുക, അഭയം തേടി അവിടെ പോയിരിക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഇതിനായിട്ട് അമേരിക്ക ചായേ ആസാദി 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 ജിഹാദ് എന്നും പറഞ്ഞുകൊണ്ട് എന്താ പാടില്ല. 2025 ഇന്നും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ആ കൊച്ചു കൊച്ചു പിള്ളേർക്ക് എന്ന് പറയുമ്പോൾ അതാണ് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം.